വേടന്റെയൊക്കെ മ്യൂസിക്കിന്റെ ഒരു പ്രധാന ഒരു പ്രത്യേകത. ഹലോ. അയ്യോ ചായ ചായപ്പോ ഉണ്ട് സമയമായി 6 മണിക്കാ. അതാണ് സെൻസ് ഓഫ് ഹ്യൂമർ. ഇതിനെ സെൻസ് ഓഫ് ഹ്യൂമർ എന്നല്ല പറയുക. ഇതൊക്കെ വളരെ വളരെ വഷളത്തരമാണ് എന്നും ഊളത്തരമാണ് എന്ന് തന്നെ മുഖത്ത് നോക്കി തന്നെ പറയേണ്ടി വരും. ജാസി ഗിഫ്റ്റിനോട് വേടനെ കുറിച്ചിട്ടൊരു അഭിപ്രായം ചോദിക്കുന്നു. ആ ചോദ്യത്തിന് അദ്ദേഹത്തിന് ഉത്തരം പറയാൻ തയ്യാറല്ല, താല്പര്യമില്ല എങ്കിൽ അതിനെ ഈ രീതിയിൽ അവഗണിക്കുകയല്ല വേണ്ടത്. ലക്ഷക്കണക്കിന് പിൻബലമുള്ള പിന്തുണയുള്ള വേടൻ എന്ന് പറയുന്ന കലാകാരനെ ഒരുപക്ഷെ നിങ്ങളുടെ പാട്ടുകളൊക്കെ അടിപൊളിയായിരിക്കാം, എന്നിരുന്നാൽ പോലും വേടന്റെ ആ വരികളുടെ മുന്നിൽ, അയാൾ പറയുന്ന രാഷ്ട്രീയത്തിന്റെ മുന്നിൽ നിങ്ങൾ ഒന്നുമല്ല. ലജ്ജാവതി എന്ന പാട്ടിലൂടെ നിങ്ങൾ കോളിലൊക്കെ സൃഷ്ടിച്ച് മലയാളക്കരയെ പിടിച്ചു കുലുക്കി ഒക്കെ ശരിയാ. പക്ഷെ നിങ്ങളെ കൊണ്ട് ഈ സമൂഹത്തിന് എന്താണ് മറ്റുള്ള നേട്ടങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഒന്നും ഉണ്ടായിട്ടില്ല. ശരിയാണ്, മ്യൂസിക് തെറാപ്പി എന്ന് പറയുന്നത് ഏറ്റവും നല്ലത് തന്നെയാണ്. പക്ഷേ വേടൻ മ്യൂസിക് തെറാപ്പിയോടുകൂടി തന്നെ നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്ന, നമുക്ക് പറഞ്ഞു തരുന്ന ഒരുപാട് രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയമൊക്കെ നിങ്ങൾക്ക് തീരെ പിടിക്കുന്നില്ല എന്ന് ഉറപ്പാ. എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്കും ചെറുപ്പത്തിലൊക്കെ വർണ്ണ വിവേചനമൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ടാവും. ഒരുപാട് ആളുകൾ ഇതിനോടകം തന്നെ തുറന്നു പറയുന്ന ഒരു കാര്യവുമാണത്. സ്കൂളുകളിൽ ഒരുപാട് തവണ എന്നെ കറുമ്പ എന്നൊക്കെ വിളിച്ചുകൊണ്ടും ഒരുപാട് ആളുകൾ എന്തൊക്കെയോ പറഞ്ഞു എന്നുള്ള കാര്യങ്ങളൊക്കെ. പക്ഷെ ജാസി ഗിഫ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി, അയാളുടെ വ്യക്തിത്വം എത്രത്തോളം വഷളത്തരനാണ് എന്ന് ഇതിനോടകം മനസ്സിലായി എന്നുള്ളതാണ്. വേടനെ അറിയാമോ അറിയില്ലയോ എന്നുള്ള ചോദ്യം അവിടെ നിൽക്കട്ടെ. വേടൻ എന്ന് പറയുമ്പോൾ ഈ ഒരു രീതിയിൽ ചായ അത് ഇത് എന്നൊക്കെ പറഞ്ഞ് ഏതോ വഷളന്മാരവിടെ കിടന്ന് ചിരിക്കുന്നുണ്ട്. നമുക്ക് ആ വീഡിയോ മുഴുവനായിട്ട് കാണാം. എന്നതിന് ശേഷം വേടൻ ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയം എന്താണ് എന്ന് ഊന്നി ഉറപ്പിക്കാൻ ചൂണ്ടി കാണിച്ചു തരാം. ആരും സ്കിപ്പ് ചെയ്യണ്ട. വേടന്റെയൊക്കെ മ്യൂസിക്കിന്റെ ഒരു പ്രധാന ഒരു പ്രത്യേകത. ഹലോ. അയ്യോ ചായപ്പോ ഉണ്ട് സമയമായി 6 മണിക്കാ. അതാണ് സെൻസ് ഓഫ് ഹ്യൂമർ. ജാസികത്തരം ഹ്യൂമറുള്ള സെൻസ് ഓഫ് ഹ്യൂമർ ഉള്ള ഒരാളാണ്. 6 മണിക്കാണ് ഗാനം. കുഴപ്പമില്ല. അല്ല, ഇത്രയും സെൻസ് ഓഫ് ഹ്യൂമർ ഉള്ള ഒരാളില്ല കേട്ടോ. സത്യം അല്ലേ? അവിടെയാണ് നമ്മള് ജാസിയേട്ടന്റെ കൗണ്ടറിംഗ് എന്ന് പറഞ്ഞാൽ പക്ഷെ ഒറ്റ കുഴപ്പമുള്ളൂ, ജാസിന്റെ ക്യാമറ ഒക്കെ മാറ്റി വെച്ച് നോക്കിയോ. ഇതിനകത്ത് ഒരു സിറ്റുവേഷൻ ഉണ്ട്. അതായത് ഈ നമ്മുടെ പബ് ക്രോളിംഗ് എന്ന് പറഞ്ഞ സിറ്റുവേഷൻ ഉണ്ട്. അതായത് ഒരു പബ്ബിൽ നിന്ന് വേറൊരു പബ്ബിലേക്ക് പോയി, അവിടുന്ന് വേറൊരു പബ്ബിലേക്ക് പോയി, ഇങ്ങനെ പാട്ടുകളെ മുഴുവൻ ഇങ്ങനെ കണക്ട് ചെയ്തിട്ടൊരു സിറ്റുവേഷൻ ഉണ്ട്. ഏറ്റവും ജാസയ്ക്ക് ചലഞ്ചിങ് ആയിട്ടുള്ള അതായിരുന്നു. കാരണം മാർഗഴിയെ ഒരു മെലോഡിയസ് ആയിട്ടുള്ള സോങ് ആണ്. പക്ഷെ പബ് ക്രോളിംഗ് എന്ന് പറയുന്ന ഒരു സോങ് ഉണ്ട്. അത് ഈ ലജ്ജാവതി അല്ലെങ്കിൽ നമ്മൾ പൊതുവെപ്പുള്ള പാട്ടുകളിലൊക്കെ അപ്പുറത്ത് ഇന്നത്തെ പ്രസന്റ് ഒരു മൂവാണ്. അതെങ്ങനെ കമ്പോസ് ചെയ്യുന്നുള്ള എനിക്ക് എപ്പോഴും ചോദിക്കണം എന്ന് ചോദിക്കുന്നത്. എനിക്ക് തീരെ മനസ്സിലാവാത്ത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, എന്താണ് ഇത്രമാത്രം ചിരിക്കാൻ? വേടൻ എന്ന് പറയുന്ന ഒരു അസഭ്യമാണോ, അല്ലെങ്കിൽ ഇത്രമാത്രം കൊട്ടിഘോഷിക്കാൻ എന്താ നിങ്ങൾ ചാർലി ചാപ്ലിൻ അങ്ങനെ എന്തെങ്കിലും ആണോ കേട്ടിട്ടുള്ളത്? അല്ലല്ലോ. വേടൻ എന്ന് പറയുന്ന ഒരു മഹാനായിട്ടുള്ള വ്യക്തിയാണ്. അയാളുടെ ദുശീലങ്ങളൊക്കെ നമുക്ക് മാറ്റി നിർത്തുകയാണെന്നുണ്ടെങ്കിൽ അയാളെ ഈ ഒരു സമയത്ത് നമുക്ക് അത്യാവശ്യമാണ്, അയാളെ നമുക്ക് ആവശ്യമാണ്. എല്ലാ പ്രമുഖരായ ആളുകളൊന്നും അദ്ദേഹത്തിനെ പറയണമെന്നും നമ്മൾ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ജാസി ഗിഫ്റ്റിനോട് ചോദിച്ച ചോദ്യത്തിന് അദ്ദേഹത്തിനെ ഇങ്ങനെ നാണം കെടുത്തേണ്ട കാര്യം ഒന്നും ഉണ്ടായിട്ടില്ല. ജാസി ഗിഫ്റ്റിന് വേടൻ എന്ന് പറയുന്ന വ്യക്തി ആരാണെന്ന് അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറഞ്ഞോളൂ. MG ശ്രീമാറിനെ പോലെ നിങ്ങൾ എയറിലേക്ക് പോകും. ആ എയറിൽ പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ വീണ്ടും നമ്മൾ ചേർത്ത് പിടിക്കാനുള്ള പാട്ടുകൾ ഇഷ്ടമായതുകൊണ്ട്. പക്ഷെ ഈ രീതിയിൽ ചിത്രീകരിക്കുമ്പോൾ, ഈ രീതിയിൽ കളിയാക്കപ്പെടുമ്പോൾ, വേടൻ ആരാണ് എന്താണെന്ന് അറിഞ്ഞിട്ട് പോലും ഈ കളിയാക്കലുകൾക്ക് നിങ്ങൾ ഏറെ കയറി കഴിഞ്ഞാൽ തിരിച്ചിറങ്ങാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രക്ക് ദേഷ്യം എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ തോന്നി എന്നുള്ളതാണ്. എന്നിട്ട് ശേഷം തൊട്ടടുത്തിരുന്ന കലേഷ് എന്താ വലിയ അഭിനയ കുലപതിയാണല്ലോ ഇരിക്കുന്നത്. അയാളെ വെച്ചിട്ട് നിങ്ങൾ സിനിമ ഒക്കെ ചെയ്യുക, എത്രത്തോളം വിജയിക്കും നമ്മളൊന്ന് കാണട്ടെ. അഭിനയിക്കാൻ ABCD പോലും അറിയാത്ത ഒരെണ്ണത്തിനെ പിടിച്ചാൽ നിങ്ങൾ ഇരുന്നത്. അതേപോലെ തന്നെ തൊട്ടപ്പുറത്ത് ഏത് താരത്തെ അനുകരിച്ചാലും സ്വന്തം ശബ്ദത്തിൽ അനുകരിക്കുന്ന ടിനി ടോം. ഇതൊക്കെ സെൻസ് ഓഫ് ഹ്യൂമർ ആണ്, അടിപൊളിയാണ്, കൗണ്ടർ ആണെന്നൊക്കെ പറയുമ്പോൾ വേടൻ എന്ന് പറയുന്ന ആള് നിങ്ങളൊരു കോമാളിയായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളെ എല്ലാവരും ഒരേ രീതിയിൽ കാണും. നിങ്ങളാണ് കോമാളികൾ. വേടനെ കളിയാക്കാൻ യാതൊരു യോഗ്യതയും ജാസി ഗിഫ്റ്റ് എന്ന് പറയുന്ന വ്യക്തിക്ക് ഇല്ല. അത് ഒരിക്കലും ഞാൻ മാറ്റി പറയില്ല. കാരണം ജാസി ഗിഫ്റ്റിന്റെ കുറെ പാട്ടുകൾ എനിക്കിഷ്ടമാണ്. കുറച്ച് പാട്ടുകൾ അടിപൊളിയായിട്ടും നമ്മൾ ആസ്വദിച്ചിട്ടുണ്ട്, പാടിയിട്ടുണ്ട്. സ്കൂൾ ടൂറൊക്കെ പോകുമ്പോൾ ആ പാട്ട് പാടിയിട്ടുണ്ട്, ഗാനമേളക്കും ഞാൻ പാടിയിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും ഈ വ്യക്തി ഇത്രക്ക് മോശമാണ് എന്ന് ഈ ഒരു വീഡിയോ വേണ്ടി വന്നു എനിക്ക് മനസ്സിലാവാൻ. ഒരിക്കലും ഒരു പ്രിൻസിപ്പൾ അദ്ദേഹത്തിന് പാട്ടുപാടാൻ അനുവദിക്കാതെ പുറത്തേക്ക് വിട്ടപ്പോൾ ആ പ്രിൻസിപ്പാൾക്കെതിരെ ശബ്ദം ഉയർത്തിയ ഒരു വ്യക്തിയാണ്. ഇപ്പൊ എനിക്ക് ആലോചിക്കുന്നത് തോന്നുന്നത് അന്ന് പ്രിൻസിപ്പൾ ചെയ്തത് നന്നായി എന്നുള്ളത്. ഇയാൾക്ക് ഗാനമേള ഉണ്ട് പോലും. വേടനെ കുറിച്ച് ചോദിച്ചതാ.
ഇതിനെ ന്യായീകരിക്കാൻ ഇഷ്ടം പോലെ ആളുകൾ വരും. ജാസി ഗിഫ്റ്റ് അതാണ് ഇതാണ് എന്നൊക്കെ ഒരു തേങ്ങാക്കൊലിയില്ല. വേടന്റെ മുന്നിലേക്ക് വെച്ച് നോക്കുമ്പോൾ അയാൾ ഒരു തേങ്ങാക്കൊലിയല്ല. അയാൾ മ്യൂസിക് ഡയറക്ടർ കമ്പോസ് ചെയ്യുന്ന മ്യൂസിക്കിന് ആരോ എഴുതിയ വരികൾക്ക് പാട്ട് പാടുന്നു, അത്രയേ ഉള്ളൂ. ഇവിടെ വേടൻ അങ്ങനെയല്ല. വേടൻ എന്തെങ്കിലും ഒന്ന് പാടുകയല്ല, കൃത്യമായി രാഷ്ട്രീയമാണ് വിളിച്ചോതുന്നത്. ആ രാഷ്ട്രീയം ഇഷ്ടമല്ലാത്ത ആളുകൾ ഇത്തരത്തില് ചവിട്ടി താഴ്ത്താൻ ശ്രമിക്കുക തന്നെ ചെയ്യും. ഓക്കെ, നമുക്ക് എന്തായാലും തൃശ്ശൂർ പൂരത്തിനുണ്ടായ ഒരു കാര്യം, ജാസി ഗിഫ്റ്റ് ഇതൊന്ന് കാണ്. ലക്ഷോപലക്ഷം ആളുകൾ ഏറ്റെടുത്ത വേടനെ ഒരു ചെറിയ ക്ലിപ്പ് കാണാം. ആ ആൾക്കൂട്ടത്തിൽ ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് നിന്ന് എന്തോ ബാനർ ഉയർത്തി ആ ആൾക്കൂട്ടത്തിന്റെ ചുമലിൽ തന്നെയാണ് അയാൾ എഴുന്നേറ്റ് നിൽക്കുന്നത്. ഇളം പച്ച നിറം, വേടൻ അഭിവാദ്യം, അതാണ് ആ ചെറുപ്പക്കാരുടെ ഒരു ആവേശമാണ്. വേടൻ തുടരും എന്നാണ് ആ ചെറുപ്പക്കാർ എഴുതി വെച്ചിരിക്കുന്നത്. തുടരും എന്ന സിനിമ അങ്ങ് കത്തിക്കേറി നിന്നപ്പോ ലാലേട്ടൻ ഇനിയും തുടരും എന്ന് പറഞ്ഞതുപോലെ തന്നെ വേടൻ ഇനിയും തുടരും എന്ന് തന്നെയാണ് ഇവിടെയുള്ള ആളുകൾക്ക് പറയാനുള്ളത്. പ്രേംകുമാർ പറഞ്ഞ ഒരു വാക്കുണ്ട്, ഒരിക്കലും കുനിഞ്ഞു പോകേണ്ട ശിരസല്ല, വേടനിൽ ഒരു തീയുണ്ട്, കാലം ആവശ്യപ്പെടുന്ന തീ, എത്ര കെടുത്താൻ ശ്രമിച്ചാലും കെടില്ല. തീർച്ചയായിട്ടും ഒരിക്കലും അയാള് ലഹരി ഉപയോഗിച്ച കാര്യത്തിനൊന്നും ആരും ന്യായീകരിക്കുന്നില്ല. ആ ഒരു ന്യായീകരണം ആരെങ്കിലും പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരൊക്കെ നടുവിരൽ നമസ്കാരം മാത്രമേ എനിക്ക് കൊടുക്കാനുള്ളൂ. ഈ ജനറേഷൻ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നത് അദ്ദേഹം ഇത് വലിക്കുന്നത് കൊണ്ടാണെന്നാണ് നിങ്ങൾ ധരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം മുന്നേ തന്നെ പറയണ്ടേ നടന്ന് വലിച്ചോളിന്ന്. അതല്ലല്ലോ ആള് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം മുന്നേ പറഞ്ഞ വാക്കുകൾ ഇത് തന്നെയാണ്, ഒരിക്കലും നിങ്ങൾ സിന്തറ്റിക് ഡ്രഗ്സിനും മറ്റുള്ള കാര്യങ്ങൾ അടിമയാകരുത് എന്നുള്ളത്. അദ്ദേഹം ഏറ്റു പറഞ്ഞൊരു കാര്യം കൂടിയുണ്ട്, എന്നെ തിരുത്താൻ, എന്നെ മുന്നോട്ട് നയിക്കാൻ ആരുമില്ലായിരുന്നു, അതിൽ നിന്ന് ഇങ്ങനെ ആയിപ്പോയതാ, പക്ഷെ ഞാനതിന് തിരിച്ചു വരും എന്ന് പറയൂ. അത് നിങ്ങൾ മനസ്സിലാക്കണം. കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് നമ്മുടെ നടൻ ശ്രീനിവാസനും നടൻ തിലകനും തമ്മിൽ നടന്ന ഒരു ഇന്റർവ്യൂവിന്റെ ഒരു കഷ്ണം, വളരെ പ്രസക്തമായിട്ടൊരു ഭാഗമാണ്, സ്കിപ്പ് ചെയ്യേണ്ട, ഒന്ന് കാണാം. ഈ കാലഘട്ടത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അന്ന് തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മളിപ്പം പരിഷ്കരിച്ച സമൂഹത്തിൽ ജാതി മതം ഇങ്ങനത്തെ കാര്യങ്ങളെ പറ്റി ഒന്നും ചോദിക്കാൻ പാടില്ലെന്നാണ്. എങ്കിലും തിലചേട്ടൻ്റെ ജാതി എന്നെ പോലെ തന്നെ നമ്പൂതിരിയല്ലേ? അല്ലേ? അല്ല, ശ്രീനിവാസിന്റെ ഇടയ്ക്ക് നമ്പീശനാണെന്ന് പറയുന്നത് കേട്ടു. ഒരു പ്രത്യേക സിറ്റുവേഷനിൽ എൻ്റെ അച്ഛൻ നമ്പീശനാണ് എന്ന് പറഞ്ഞ ഒരു സംഭവം ഞാൻ ടി വിയിൽ കണ്ടു, ഇതേ പങ്ക്തിയിൽ. എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരു ജാതി എന്ന് പറയുന്നത്, ഞാൻ സീരിയസ് ആയിട്ട് പറയാം, എനിക്ക് അതിനോട് യാതൊരു ഒരു അഭിമുഖമില്ല. ഈ ജാതി എന്നൊക്കെ പറയുന്നത്, ജാതി ചോദിക്കരുത്, അത് എനിക്ക് വളരെ വിശ്വാസമുണ്ട്. അത് നാരായണ ഗുരുസ്വാമി പറഞ്ഞാണ്. അദ്ദേഹത്തെ അതുകൊണ്ട് തന്നെ ഗുരു എന്ന് ഞാൻ വിളിക്കാൻ തയ്യാറാകുന്നത്. കാരണം ജാതി ചോദിക്കരുത്, പറയരുത്, ചിന്തിക്കരുത്. ഇന്നിപ്പോൾ നേരെ മറിച്ചാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എങ്കിൽ കൂടി അപ്പൊ അതിൻ്റെ ആളാണ്. അതെ, ഞാൻ അതിൻ്റെ ആളാണ്. ഞാനൊരു SNDP എന്ന് പറയുന്നു, എൻ്റെ അച്ഛനും അമ്മയും പറയുന്നു, എനിക്കറിഞ്ഞൂടാ. ചെറുപ്പത്തിൽ ഇപ്പം ഞാനൊരു ക്രിസ്ത്യാനിയാണ്, എന്നിൽ ഈ മാമോദിസ വെള്ളം വീണ് അതുകൊണ്ടാണ് ക്രിസ്ത്യാനി ആയതെന്ന് പറയുകയാണെങ്കിൽ, മാമോദിസ നമുക്ക് എതിർക്കാൻ പറ്റാത്ത പ്രായത്തിലാണല്ലോ ചെയ്യുന്നത്. ശരിയാണ്, എതിർക്കാൻ പറ്റുന്ന പ്രായമാണ് എൻ്റെ തലയിൽ ഒഴിക്കരുത് വെള്ളം എന്ന് പറയും ചിലർ. അങ്ങനെ പറയുന്ന ഒരുത്തരാണ് ഞാൻ. അത് ശരിയാണ്. എനിക്ക് ഇഷ്ടമുണ്ട്, എനിക്ക് ക്രിസ്ത്യാനി ആയാൽ മതി, അല്ല പിന്നെ ഹിന്ദു ആയാൽ മതി. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈഴവന്മാരുടെ കംപ്ലീറ്റ് O പോസിറ്റീവ്, നായന്മാരുടെ കംപ്ലീറ്റ് RH നെഗറ്റീവ്, പിന്നെ നമ്പൂതിരിമാരുടെ മുഴുവൻ A പോസിറ്റീവ്, ഇങ്ങനെയാണോ അത്ര ബ്ലഡ്? അതെ, ശരിയാണോ? കുമാരനാശാൻ പറഞ്ഞിട്ടില്ലേ, ഇവിടെ വേണം അധ്യാത്മ വിദ്യാലയം. അദ്ദേഹം SNDP ആയിരുന്നാണല്ലോ പറയുന്നത്. ഇത് കരിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ചാരമല്ലേ, മറ്റൊന്നല്ലല്ലോ. ബ്ലഡും അതുപോലെ തന്നെ. അതെ, ഇന്ന ജാതിക്ക് ഇന്ന ബ്ലഡ്, ഇന്ന ജാതിക്ക് O, മറ്റേ A പോസിറ്റീവ്, അങ്ങനെയാണോ? പിന്നെ ചിലർ ഉദര നിമിത്തം ഇങ്ങനെയൊക്കെ പറയുന്നു, പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ അല്ലേ? അങ്ങനെയാണല്ലോ ഇപ്പോൾ പലരും ജീവിക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ അത് പറഞ്ഞു ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് എന്നുള്ളതാണ്. എല്ലാവരുടെ സിരകളിലൂടെ ഒഴുകുന്ന രക്തത്തിന്റെ നിറം ഒന്നാണ്. പല ബ്ലഡ് ഗ്രൂപ്പുകൾ ഉണ്ടെന്നുണ്ടെങ്കിലും ബ്ലഡ് എന്നും ഒന്ന് തന്നെയാണ് എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ അത് മാറ്റി എഴുതപ്പെടുകയാണ്. ഓരോ ആളുകളും എൻ്റെ ജാതിയാണ് വലുത് എന്ന് പറയുന്ന സംഘടനകളുടെ ഭാഗമാവുന്നു. അതേ സംഘടനയിലുള്ള ആളുകൾക്ക് വേടനെ ഇഷ്ടമാണ്. ആ ഇഷ്ടമുള്ള ആളുകളൊന്നും ആ സംഘടനയുടെ ഭാഗമായിട്ട് അതല്ലെങ്കിൽ ആ ഒരു സംഘടനയിലായിട്ട് പോലും മറ്റുള്ള ജാതികളെ ചവിട്ടി താഴ്ത്തുന്നവരാവില്ല. വേടനെ വിശ്വസിക്കുന്ന, വേടനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ അങ്ങനെ പ്രത്യേകതയുണ്ട്. അതാണ് വേടൻ എന്ന് പറയുന്ന വ്യക്തിയുടെ വിജയവും. അദ്ദേഹം പറയുന്ന വാക്കുകൾ മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ ഇങ്ങനെ ഒരു ചരിത്രം ഉണ്ടായിരുന്നു, ഇവിടെ ഇപ്പോഴും ഇങ്ങനെയാണ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ആളുകൾ ജനിച്ചു വീഴുന്നത് ഏത് മതമാണ് ഏത് ജാതിയാണെന്നൊന്നും നമുക്ക് നിശ്ചയിക്കാൻ കഴിയില്ലല്ലോ. ഞാനിപ്പോൾ ഇതിൽ ജനിച്ച ഞാൻ അതിൽ ജനിച്ചു പോയി, അത്രേ ഉള്ളൂ. പക്ഷെ നമ്മുടെ കർമ്മഫലം കൊണ്ടാണ് നമ്മൾ എന്താവണം എന്ന് തീരുമാനിക്കേണ്ടത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു മതത്തിൽ ജനിച്ച് ആ മതത്തിലെ ആളുകളെ പോലെ ജീവിക്കാം, എല്ലാ മതങ്ങളും ഉൾക്കൊള്ളുന്ന ആളുകളായിട്ടും ജീവിക്കാം, എല്ലാ മതങ്ങളും എതിർക്കുന്നവരായിട്ട് ജീവിക്കാം, ആ മതത്തെ പോലെ എതിർക്കുന്നവരായി ജീവിക്കാം, എല്ലാവരും സ്നേഹിക്കുന്ന രീതിയിലും ജീവിക്കാം. പക്ഷെ ആളുകൾ തിരഞ്ഞെടുക്കുന്ന രീതിയാണ്, ആ രീതി ഒരു നേർരേഖയിലേക്ക് എത്തിക്കാൻ ഇത്തരം വാക്കുകൾ കൊണ്ട് കഴിയുന്നുണ്ടെങ്കിൽ വേടന്റെ വാക്കുകൾ നമുക്ക് ആവശ്യമാണ്, തീർച്ചയായിട്ടും വേണ്ടേ. വേടൻ പറഞ്ഞ വാക്കുകളിൽ ഏറ്റവും കൂടുതൽ ഉയർന്നു വന്ന കാര്യങ്ങൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് അടിച്ചമർത്തപ്പെട്ട സമൂഹത്തിന് വേണ്ടി സംസാരിച്ച് മൺമറഞ്ഞു പോയ ഒരുപാട് ആളുകളെ നമ്മൾ മറന്നു പോവുകയാണ്. അവരെ നമുക്ക് വീണ്ടും ഓർമ്മിപ്പിക്കാനാണ് വേടന്റെ വരികൾ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. ആ വരികളിലൂടെ നമുക്ക് കാണുന്നതും നമുക്ക് കേൾക്കാനും കഴിയുന്നതും ഒന്ന് തന്നെയാണ്.
ഈ രാജ്യത്തിന്റെ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം ഉറക്കെ വിളിച്ചു പറയേണ്ടത് ഓരോ പൗരന്റെയും കടമയാണ്. ഇപ്പോ വേടൻ തന്നെ മുന്നൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറയുന്ന അല്ലെങ്കിൽ ഞാൻ പാടുന്ന കാര്യങ്ങൾ കാലങ്ങൾക്ക് മുന്നേ ഇപ്പോഴും പലരും പറയുന്നുണ്ട്, അതൊന്നും ആരും കേൾക്കുന്നില്ല. പക്ഷെ ഞാൻ പറയേണ്ട രീതി മാറ്റി പറഞ്ഞപ്പോ ആളുകൾ കാണാൻ തുടങ്ങി, കേൾക്കാൻ തുടങ്ങി. റാപ്പ് സംഗീതത്തിലൂടെ അല്ലെ, നമുക്കറിയാം എന്താ റാപ്പ് സംഗീതം എന്നുള്ളത്. പട്ടിണിയെ കുറിച്ചിട്ടും രാഷ്ട്രീയത്തെ കുറിച്ചിട്ടും ഒക്കെ വർണ്ണിച്ചിരുന്ന, ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ ഉപയോഗിച്ചിരുന്ന മാധ്യമമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഓക്കെ, അയ്യങ്കാളിയെ കുറിച്ചിട്ട് വേടൻ പറഞ്ഞപ്പോ അതെന്താണെന്ന് കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന്. ഈ വീഡിയോയിൽ നിങ്ങളുടെ മുന്നിലേക്ക് 2 ക്ലിപ്പും കൂടി വെക്കാനുണ്ട്, ആരും സ്കിപ്പ് ചെയ്യണ്ട. ഈ അയ്യങ്കാളി മരിച്ചിട്ട് ഇപ്പൊ 10-20 കൊല്ലായി. ഈ ഇത്രയും നാളായിട്ടും അയ്യങ്കാളിയോടുള്ള വിരോധം ഒരു വിഭാഗം ആളുകൾ കൊണ്ടു നടക്കുന്നുള്ളതാണ്. ആ വിരോധം എന്തുകൊണ്ടാണ്? ഇത് ജാതി മാത്രമല്ല. ഞാൻ പറയുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ വിപ്ലവകാരിയായ സാമൂഹ്യ നവോത്ഥാന നായകനാണ് യഥാർത്ഥത്തിൽ അയ്യങ്കാളി. ഇപ്പോൾ ശ്രീനാരായണ ഗുരു ഉണ്ട്, മറ്റു പലരും ഉണ്ട്. ശ്രീനാരായണ ഗുരുവിന്റെയോ അല്ലെങ്കിൽ വീട്ടി ഭട്ടതിരിപ്പാടിന്റെയോ ഒക്കെ മറ്റുള്ളവരുടെ ഒരു നവോത്ഥാന മൂല്യം എന്ന് പറഞ്ഞാൽ അത് പ്രചാരണപരമാണ്. അവർ ഒരു വിഭാഗം ജനങ്ങൾക്കിടയിൽ അവരുടെ ആശയം പ്രചരിപ്പിച്ച് ആളുകൾ മാറ്റം ഉണ്ടാക്കിയതാണ്. അയ്യങ്കാളി അങ്ങനെയല്ല. അയ്യങ്കാളിക്ക് പ്രചാരണം നടത്തി കഴിഞ്ഞാൽ മാറ്റം ഉണ്ടാക്കാൻ കഴിയില്ല. അതിന്റെ കാരണം എന്ന് വെച്ചാൽ അത് വെർട്ടിക്കലായിട്ട് ഉണ്ടാവുന്ന മാറ്റമാണ്. മറ്റവരൊക്കെ അവരവരുടെ സമൂഹത്തിൽ ഹൊറിസോണ്ടലായിട്ട് പ്രചാരണം നടത്തി അവരുടെ സമുദായത്തെയാണ് അവർ നവീകരിച്ചത്. ഇതങ്ങനെയല്ല. ഇദ്ദേഹത്തിന്റെ സ്വന്തം സമുദായത്തെ ബോധവൽക്കരിക്കുന്നതോടൊപ്പം മുകളിലുള്ള ജാതി ശ്രേണിയിൽ മുകളിലുള്ള കുറെ അധികാരികളോട് ഫൈറ്റ് ചെയ്യേണ്ടി വന്നു, കായികമായി തന്നെ നേടേണ്ടി വന്നു. ഇതിന്റെ ചരിത്രം അതാണ്. കേരളത്തിൽ നടന്നിട്ടുള്ള കേരളത്തിൽ നടന്ന ആദ്യത്തെ പണിമുടക്ക് അത് എന്തിനാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. അറിയാത്ത ആളുകൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോഴും ചരിത്ര സ്മാരകമായിട്ട് ആ ഒരു സ്കൂള്, അദ്ദേഹം പഞ്ചമി എന്ന പെൺകുട്ടിക്ക് പഠിക്കണമെന്ന ആഗ്രഹം പറഞ്ഞപ്പോൾ ഒരു സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ആ സ്കൂളിനെ കുറിച്ചിട്ട് ആ സ്കൂളിൽ ആ നാട്ടുകാരൻ പറയുന്ന വാക്കുകൾ ഇന്നും ചരിത്ര സ്മാരകമായിട്ട് അന്ന് ആ പെൺകുട്ടിയെ മാറ്റി ഇരുത്തി ആ തറ അത് അതേപോലെ സൂക്ഷിക്കുന്നുണ്ട്. ഒരു സ്മാരകമാണ്, കാണാത്തവർ കാണും. വളരെ ചരിത്രമുറങ്ങുന്ന ഒരു സ്കൂളാണ് ഉരുട്ടമ്പലം ഗവൺമെന്റ് UPS സ്കൂളായിരുന്നു. പഴയ കാലഘട്ടത്തിൽ താഴ്ന്ന ജാതിക്കാർക്ക് വിദ്യാഭ്യാസം നിഷേധിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലാണ് പഞ്ചമി എന്ന ഈ വിദ്യാർത്ഥിക്ക് സ്കൂളിൽ വിദ്യാഭ്യാസം ചെയ്യണമെന്ന ആഗ്രഹം അയ്യങ്കാളിയോട് പറയുകയും ഞാൻ സ്കൂളിൽ കൊണ്ടാക്കാമെന്ന് പറഞ്ഞ് പഞ്ചമി എന്ന കുട്ടിയെ കൊണ്ട് ഈ സ്കൂളിൽ വിദ്യാഭ്യാസം ചെയ്യുന്നതിലേക്ക് വേണ്ടി കൊണ്ടാക്കുകയും ചെയ്തു. പഞ്ചമിയെ ഈ സ്കൂളിൽ ചേർത്തതിന്റെ ഒറ്റ കാരണത്താൽ അടുത്ത ദിവസം ഈ സ്കൂൾ തീവയ്ക്കുകയാണ് ഉണ്ടായിരുന്നത്. അതിന്റെ ഒരു അവശിഷ്ടമാണ് ഈ കാണുന്ന അന്നുണ്ടായിരുന്ന ആ ബെഞ്ചാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അതിനുശേഷം അദ്ദേഹം ഒരു സമരത്തിലേക്ക് ഇറങ്ങുകയാണ് ചെയ്തത്. നമ്മുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം ചെയ്തില്ലെങ്കിൽ പാടത്ത് മുട്ടിപ്പുല്ല് മുളപ്പിക്കും, അതായത് ഇവിടെ കൃഷി ഒന്നിനും ഞങ്ങൾ ആരും ഇറങ്ങില്ല എന്ന് പറഞ്ഞ് ഏകദേശം ഒരു വർഷത്തോളം ഏകദേശം നീണ്ടു നിൽക്കുന്ന അതിഭയങ്കരമായിട്ടുള്ള ഒരു സമരമാണ് അദ്ദേഹം സ്വീകരിച്ചത്. ആ സമരം വിജയിക്കുകയും അതിനുശേഷം നമ്മുടെ കുട്ടികൾക്ക്, ഈ പാവപ്പെട്ട താഴ്ന്ന ജാതിയിൽപ്പെട്ട കുട്ടികൾക്ക് എല്ലായിടത്തും വിദ്യാഭ്യാസം ചെയ്യുന്നതിനുള്ള അവകാശം നേടിയെടുക്കുകയും സാധിച്ച ചരിത്രമുറങ്ങുന്ന സ്കൂളാണ്. അങ്ങനെയാണ് നമ്മൾ ഈ സ്കൂളിന് അയ്യങ്കാളി പഞ്ചമി സ്മാരക മന്ദിരം എന്ന പേര് നൽകുകയും എല്ലാ കുട്ടികൾക്കും ജാതി മത ഭേദമെന്നെ എല്ലാവർക്കും നല്ല കെട്ടിടത്തിൽ ഫാനിന്റെയും കാറ്റിന്റെയും നാളോട് കൂടി ഇരുന്ന് പഠിക്കുവാനായിട്ട് ഉള്ള സാഹചര്യം ഒരുക്കി തന്നത് ഈ മഹാത്മാ അയ്യങ്കാളിയുടെ. അയ്യങ്കാളി വെറും ഒരു വാക്കുകൊണ്ട് പറഞ്ഞുണ്ടാക്കിയ ഒരു കെട്ടുകഥയല്ല, അത് യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം ഈ ജനറേഷനിലുള്ള ആളുകൾ അറിയണമെന്ന് വേടൻ വിചാരിച്ചത് ഒരു വലിയ തെറ്റാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം ചൂണ്ടിക്കാണിച്ച ഒരു കാര്യവും തെറ്റായിരുന്നില്ല എന്ന് പൂർണ്ണ ബോധ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അദ്ദേഹം ഉറക്കെ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ആരും ലഹരിക്ക് അടിമയാവരുത്, എനിക്കൊരു തെറ്റ് പറ്റി, ചേട്ടനൊരു തെറ്റ് പറ്റി, അതിൽ നിന്ന് തിരുത്തി മുന്നോട്ട് വരിക തന്നെ ചെയ്യും എന്നുള്ളത്. അത് തന്നെയാണ് നമുക്കൊരു പാഠമായിട്ട് എടുക്കേണ്ടത്. വേടൻ എന്ന് പറയുന്ന വ്യക്തിയെ അത്രത്തോളം നെഞ്ചിലേറ്റിയ ആളുകളുണ്ട്. ഇനിയെങ്കിലും നിങ്ങൾക്ക് വേടൻ അറിയുമോ എന്ന ചോദ്യം ചോദിക്കുമ്പോൾ ഒരു തവണയെങ്കിലും അയാളെക്കുറിച്ചൊന്ന് അന്വേഷിക്കുകയും ചെയ്യുക. ഇങ്ങനെ കോമാളിത്തരം കാണിച്ച് സ്വന്തം വിലയും നിലയും കളയരുത്. ജാസി ഗിഫ്റ്റിന് ഒരു പേരും വിലയും ഉണ്ടായിരുന്നു. ഇതോടുകൂടിയിട്ട് എൻ്റെ മനസ്സിൽ ജാസി ഗിഫ്റ്റിന്റെ ആ ഒരു പേര് അത് ചുവന്ന മഷിയാൽ വെട്ടിയിട്ടുണ്ട്. വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി അതൊരു സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.